എന്താണ് മരണം എന്നതിനെ സംബന്ധിച്ച്, അതിൻ്റെ ശാസ്ത്രം എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള മനുഷ്യരുടെ അജ്ഞതയാണ്. മരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു സാധനം വേറിട്ട് പോകുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ കൂടെ ആത്മാവ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്ന വേറെ ഒരു എൻറ്റിറ്റി നിലനിൽക്കുന്നുണ്ട്. നമ്മൾ മരിക്കുന്ന സമയത്ത് ആ എൻറ്റിറ്റി, ശരീരം എന്ന എൻറ്റിറ്റിയിൽ നിന്ന് വേർപെട്ട് പോവുകയാണ് തുടങ്ങിയിട്ടുള്ള തെറ്റായ വിശ്വാസങ്ങൾ. എന്താണ് മനുഷ്യന്, അല്ലെങ്കിൽ എന്താണ് ഒരു ജീവി, ഒരു ജീവിയുടെ ജീവൻ എന്താണ്, ആ ജീവിയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്, ഒരു ജീവി എപ്പോഴാണ് മരിക്കുന്നത് തുടങ്ങിയതിനെക്കുറിച്ചൊന്നുമുള്ള ബയോളജിക്കലായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അറിവില്ലാത്ത കാലത്ത് മനുഷ്യർ സങ്കല്പിച്ചുണ്ടാക്കിയതാണ് ഈ ജീവനെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമൊക്കെയുള്ള ഈ തെറ്റായ വിശ്വാസങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജബ്ബാർ പറയുന്നത് നിങ്ങൾ കേട്ടില്ല? എന്താ മൂപ്പർ പറഞ്ഞേ? ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് ശാസ്ത്രമോ ഒരു വിവരവുമില്ല, ശാസ്ത്രീയമായിട്ടോ അല്ലെങ്കിൽ മറ്റ് നിലക്കുള്ള ഒരു വിവരവും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്, എങ്ങനെയാണ് ഒരാൾ മരിക്കുന്നത് എന്നൊന്നും അക്കാലത്ത് മനുഷ്യർക്കറിയില്ലായിരുന്നു. ശരിയാണ്, ജബ്ബാർ നുണ പറയുന്ന ആളാണെങ്കിലും ചിലപ്പം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് സത്യവും വരാറുണ്ട്, അയാൾ അറിയാതെ. അക്കൂട്ടത്തിലൊരു സത്യം പറഞ്ഞതാണിത്. ഖുർആൻ അവതരിപ്പിക്കുന്ന കാലത്ത് ഇതൊന്നും ആർക്കും അറിഞ്ഞൂടെ. എങ്ങനെയാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്, എങ്ങനെയാണ് ഒരാൾ മരിക്കുന്നത്, എന്താണ് റൂഹ്, എന്താണ് ജീവൻ, എന്താണ് ആത്മാവ്, ഇതൊന്നും ആർക്കും അറിയില്ലായിരുന്നു അക്കാലത്ത്. പക്ഷെ ഖുർആൻ അവതരിപ്പിച്ചു. ഒരു ഖുർആൻ പറഞ്ഞു, പഠിപ്പിച്ചു തന്നു. ഖുർആൻ പഠിപ്പിച്ചു തന്നു എങ്ങനെയാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. നമുക്ക് സൂറത്തുൽ മുഅ്മിനൂൻ അതിൽ 12-ാമത്തെ ആയത്ത്, വലക്കത് ഖലഖ്നൽ ഇൻസാന, തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഇൻസാന മിൻ സുലാലത്തി മിൻ തീൻ, കളിമണ്ണിൻ്റെ സത്തയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. അന്നേരം ആർക്കും അറിഞ്ഞൂടാ, ലോകത്തൊരു മനുഷ്യനും അറിഞ്ഞൂടാ മനുഷ്യനെ സൃഷ്ടിച്ചത് കളിമണ്ണിൻ്റെ സത്തയിൽ നിന്നാണ്. ഖുർആൻ പറഞ്ഞു കളിമണ്ണിൻ്റെ സത്തയിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ഇന്നത് നിഷേധിക്കാനായിരിക്കും കഴിയുമോ? ഇല്ലല്ലോ. എന്നിട്ട് എന്ത് ചെയ്തു? സുമ്മ ജഅൽനാഉ നുത്ഫതൻ, പിന്നെ അതിനെ ഒരു ഇന്ദ്രത്തുള്ളിയാക്കി. ഫീ ഖറാറിൻ മക്കീൻ, ഭദ്രമായ ഒരു സ്ഥലത്ത്, അതായത് ഗർഭാശയത്തിൽ ഭദ്രമായ ഒരു സ്ഥലത്ത് ആ ഇന്ദ്രത്തുള്ളിയെ നിക്ഷേപിച്ചു, സ്ഥാപിച്ചു. ഇതാരാ പറയുന്ന? അന്ന് ഇതായിരിക്കും അറിയാം. അന്ന് ശാസ്ത്രമുണ്ടോ? ശാസ്ത്ര ചിന്ത പോലും ഒന്നുമില്ലാലും ആർക്കും അറിയില്ലല്ലോ ശാസ്ത്രം ഉണ്ടെന്നുള്ളത്. ഇത്ര കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അന്ന് ഒന്നുമില്ല, ക്യാമറയില്ല, മറ്റേ സ്കാനിങ് ഇല്ല, ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ കൃത്യമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര കൃത്യമായിട്ട് പറഞ്ഞു തരണമെങ്കിൽ റസൂൽ ആരായിരിക്കും? റസൂൽ പറഞ്ഞതല്ലിത്, അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. പിന്നെ കൃത്യമായി ആ ഭദ്രമായ സ്ഥലത്ത് ഗർഭാശയത്തിൽ ആ ഇന്ദ്രിയത്തുള്ളി സ്ഥാപിച്ചു. സുമ്മ ഹലക്കിനാനുത്തുപത്തെ ഹലക്കത്തൻ, പിന്നെ ആ ഇന്ദ്രത്തുള്ളിയെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പിണ്ഡമാക്കി മാറ്റി. ഇന്ദ്രത്തുള്ളിയെ ശരിക്കും ശ്രദ്ധിക്കണം. ഇത്രയും കൃത്യമായിട്ട് പറയാൻ ലോകത്ത് മനുഷ്യന് സാധ്യമല്ല. അന്ന് പറയാൻ മനുഷ്യന് സാധ്യമല്ല. ഇന്ന് ശാസ്ത്രജ്ഞന്മാർ ഒരു കുഞ്ഞ് ജനിക്കുന്ന ഇന്ദ്രത്തുള്ളികൾ പോകുന്നതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് സ്കാൻ ചെയ്തെടുത്തിട്ട് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇതാ ഇങ്ങനെയാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. പിന്നെ നുത്തുപത്തെ ഫഹലക്കിനൽ അലക്കത്ത മുളകത്തൻ, പിന്നെ അത് ആ ഒട്ടിപ്പിടിച്ച അതിനെ ഒരു മാംസപിണ്ഡമാക്കി. പടിപടിയായിട്ട് പറയുക ഒരു കുഞ്ഞ് ജനിക്കുന്നത് എങ്ങനെയാണ്. ഇതന്ന് പറഞ്ഞ് മനുഷ്യർക്ക് കഴിയുമോ? അന്ന് ശാസ്ത്രം കിട്ടോ? ഇല്ലല്ലോ. ഫഹലക്കിനൽ മുളകത്ത ഇലാമൻ, പിന്നെ ആ
ആ പിണ്ടത്തെ, ആ മാംസപിണ്ടത്തെ എല്ലുകളാക്കി. എന്താക്കി മാറ്റി? എല്ലുകളാക്കി. ഇതൊക്കെ ശാസ്ത്രജ്ഞന് ഇന്ന് പറയാൻ കഴിയുന്നുണ്ട്. ഇന്നോനിതൊക്കെ കാണുക, സ്കാനിങ്ങിലൂടെ, ക്യാമറയിലൂടെ ഇതൊക്കെ കാണുവാൻ. ഫക്കസൗനൽ ഇളാമ, പിന്നെ ആ എല്ലിനെ എന്ത് ചെയ്തു? ഫക്കസൗനൽ ഇളാമ, ആ എല്ലിനെ പൊതിഞ്ഞു. ലഹ്മൻ, എന്തുകൊണ്ട്? മാംസം കൊണ്ട്, ഇറച്ചി കൊണ്ട്, മാംസം കൊണ്ട് ആ എല്ലിനെ പൊതിഞ്ഞു. ഇത് മുഹമ്മദ് നബി 1400 വർഷങ്ങൾക്കപ്പുറം ജനങ്ങളോട് പറഞ്ഞു തന്നാ ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായെന്ന്. ഇ എ ജബ്ബാറിന് ഇപ്പോൾ അറിഞ്ഞുകൂടാ. ഇ എ ജബ്ബാറിന് ശാസ്ത്രജ്ഞൻ പറഞ്ഞു കൊടുത്തിട്ട് മൂപ്പർക്ക് അറിഞ്ഞുകൂടാ. ലഹമൻ സുമ്മ അടുത്തതാണ്. ഇത്രയും അത് ആ എല്ലിനെ മാംസം കൊണ്ട് പൊതിയുന്നത് വരെ ആർക്ക് പറയാൻ കഴിയും? ശാസ്ത്രജ്ഞന്മാർക്ക് പറയാൻ കഴിഞ്ഞു. ഇവിടം വരെ സ്കാനിങ്ങും ക്യാമറയും കൊണ്ടൊക്കെ ശാസ്ത്രജ്ഞന്മാർ, ലോകത്തുള്ള മുഴുവൻ ശാസ്ത്രജ്ഞന്മാരും ഒരു ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞ് ഇവിടം വരെ പറയാൻ കഴിഞ്ഞു. അതിൻ്റെ അപ്പുറം പറയാൻ കഴിഞ്ഞില്ല. അതിൻ്റെ അപ്പുറം കുഞ്ഞെങ്ങനെയാണ് ജനിക്കുന്നത് എന്ന്, കുഞ്ഞിനെങ്ങനെയാണ് റൂഹുണ്ടാകുന്നത് എന്ന് ലോകത്ത് ഒരു ശാസ്ത്രജ്ഞനും പറയാൻ കഴിഞ്ഞില്ല. അവസാനം കുഞ്ഞ് ജനിക്കുന്ന ജനനത്തെപ്പറ്റിയുള്ള ഒരു സമ്മേളനം കുവൈത്തിൽ നടന്നു. അവിടെ ശാസ്ത്രജ്ഞന്മാരൊക്കെ പങ്കെടുത്തു. ശാസ്ത്രജ്ഞന്മാർ വിവരിച്ച്, അവരുടെ പ്രബന്ധങ്ങൾ കൊണ്ടുവന്ന് ഓരോരുത്തരും വിവരിച്ച് എവിടം വരെ? ഫക്കസൗനൽ ഇളാമ ലഹ്മൻ, അവിടം വരെ. അതിൻ്റെ അപ്പുറം പറയാൻ ഒരുത്തനും കഴിഞ്ഞില്ല. അവിടം വരെ എല്ലാവരും വിശദീകരിച്ചു. കാരണം അതൊക്കെ ക്യാമറയിലും സ്കാനിങ്ങിലും ഒക്കെ കാണുന്നതാണ്. എന്നാൽ അതിൻ്റെ അപ്പുറമുള്ള ക്യാമറ കിട്ടില്ല, സ്കാനിങ്ങിൽ കിട്ടില്ല. ആ സദസ്സിൽ ഒരു മുസ്ലിം പണ്ഡിതൻ എണീച്ചിട്ട് പറഞ്ഞു, ഈ ആയത്തോതി. അടുത്ത വചനം എന്താ? എങ്ങനെയാണ് റൂഹ് വരുന്നത്? ആത്മാവ് എന്താന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? സുമ്മ, പിന്നെ അൻസൈനാഹു, അതിനെ, ഈ എല്ലിനെ മാംസം കൊണ്ട് പൊതിഞ്ഞത് വരെ ശാസ്ത്രന്മാർക്ക് അറിയാം. അതിൻ്റെ അപ്പുറമുള്ള ഇന്നും അറിഞ്ഞൂടാ. ഇന്ന് ഞാൻ സംസാരിക്കുമ്പോഴും ശാസ്ത്രന്മാർക്ക് അറിഞ്ഞൂടാ അതിൻ്റെ അപ്പുറം എന്താ സംഭവിക്കുന്നത്. പക്ഷേ ഖുർആൻ പറഞ്ഞു കൊടുത്ത അവർക്ക്, സുമ്മ അൻസൈനാഹു ഹൽക്കൻ ആഖറ, പിന്നെ അതിനെ മറ്റൊരു സൃഷ്ടിയാക്കി. ഇതൊക്കെ ഈ എല്ലും ആയിട്ട് അതിനെ മാംസം പൊതിയുന്നത് വരെ അതിന് ജീവനുണ്ട്. എല്ലാവർക്കും അറിയാം അതിന് ജീവനുണ്ട്. ജീവനില്ലാണ്ട് ഇല്ലാതെ ഇങ്ങ് പുറത്ത് വരുമല്ലോ, രക്തക്കട്ടിയായിട്ട് ഇങ്ങ് പുറത്ത് പോകും. അത് പിടിച്ചു നിർത്താൻ വരുത്താൻ കഴിയില്ല. അതിൻ്റെ ജീവൻ പോകുമ്പം അത് പുറത്തേക്ക് പോകും. പക്ഷെ ഇവിടെ അതിന് ജീവനുണ്ട്. എല്ലുകൊണ്ട്, മാംസം കൊണ്ട് എല്ലിനെ പൊതിയുന്നതോ പൊതിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അതിന് ജീവനുണ്ട്. പക്ഷേ ഖുർആൻ പറഞ്ഞു, സുമ്മ അൻസൈനാഹു ഹൽക്കൻ ആഖറ, അതിനെ മറ്റൊരു ജീവനുള്ളതാക്കി. ഇപ്പം എന്തുണ്ടായി? എന്താ ഉണ്ടായേ? ആ എല്ല് കൊണ്ട് മാംസം കൊണ്ട് പൊതിഞ്ഞിട്ട് കയ്യും കാലും കണ്ണും ഒക്കെ ഉണ്ടായി. എല്ലാ രൂപങ്ങളും ഉണ്ടായപ്പം അതിനെ മറ്റൊരു സൃഷ്ടിയാക്കി, ജീവനുള്ളതാക്കി. മറ്റൊരു സൃഷ്ടിയാക്കുമ്പോൾ എന്താ കാണുന്നത്? അതുവരെ അതവിടെ ഉണ്ട്, ഗർഭാശയത്തിലുണ്ട്, ഇതൊക്കെ എല്ലുണ്ട്, മാംസമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ സുമ്മ അൻസൈനാവു ഹൽക്കൻ ആഹറ, അതിനെ മറ്റൊരു സൃഷ്ടിയാക്കിയപ്പം അത് കയ്യും കാലും അനക്കാൻ തുടങ്ങി. അതിൻ്റെ മുമ്പ് അതിന് ജീവനുണ്ട്, ഒന്നും അനക്കില്ല, ആ കിടന്നിടത്തുണ്ടാവും. ഒരു പിലാവുമ്മേൽ ഒരു ചക്ക ഉണ്ടായാൽ ആ ചക്ക ഇങ്ങനെ വളർന്നു വരും, അല്ലാതെ ചക്കക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അഥവാ ഒരു ചക്ക ആടുന്ന് ഇങ്ങനെ പഠിച്ച് കളിച്ചെന്ന് വെച്ചാൽ വരാൻ വന്നു, അപ്പം അന്ധവിശ്വാസികൾ പറയും അത് ഔലിയാണ്, മറ്റേ ആ പിലാവ് ഔലിയാണ്, അതുകൊണ്ടാണ് ചക്ക ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കളിക്കുന്നത്. പക്ഷേ ഗർഭാശയത്തിൽ വെച്ച് കുഞ്ഞ് കാലിട്ടടിക്കാനും തിരിയാനും മറിയാനും ഒക്കെ തുടങ്ങി. എപ്പം? സുമ്മ അൻസൈനാവു അൽക്കൻ ആഖറ, അതിനെ മറ്റൊരു സൃഷ്ടിയാക്കിയപ്പോൾ. ഇവിടെ ഈ യോഗത്തിൽ മോറിസ് ബുക്കായി എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. ഓന് നിരീശ്വരവാദിയാണ്.
ഓനേതോ ആണ്, മുസ്ലിമല്ല. അപ്പോൾ മൂപ്പർ എന്ത് ചെയ്തു, ഇങ്ങനൊരായത്ത് ഖുർആൻ ഉണ്ടാവും. ആ മുസ്ലിം പണ്ഡിതനോട് അയാൾ ചോദിച്ചു, ഇതെവിടുന്ന ഈ വിവരം കിട്ടി? ഈ വിവരം കിട്ടാനാണ് ഞങ്ങൾ ഇതുവരെ കാത്തത്. ഇതെവിടുന്നാണ് കിട്ടി? ഇത് ഖുർആൻ്റെ അകത്ത് ഇത്രാമത്തെ ആയത്താണ്. അപ്പോൾ അയാൾ പറഞ്ഞ്, ഇത് ദൈവത്തിനല്ലാതെ പറയാൻ കഴിയില്ല. ലോകത്തൊരു മനുഷ്യനും ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഇത്ര കൃത്യമായിട്ട് ഒരു മനുഷ്യനും പറയാൻ കഴിയില്ല. ഇത് ദൈവത്തിനല്ലാതെ മുഹമ്മദ് നബിക്ക് ഇങ്ങനെ, മുഹമ്മദിന് ഇത് പറയാൻ കഴിയില്ല. ഞാൻ ഈ ഖുർആനിൽ വിശ്വസിക്കുന്നു. മൂപ്പർ ഇസ്ലാം മതം സ്വീകരിച്ചു. ഇത്ര കൃത്യമായിട്ട് കുഞ്ഞ് ജനിക്കുന്നതിനെപ്പറ്റി ഖുർആൻ പറഞ്ഞു തന്നു. ഇനി മരിക്കുന്നതിനെപ്പറ്റി ഖുർആൻ പറഞ്ഞു, ഇന്നല്ലദീന കാലൂസ് റബ്ബുനല്ലാ, ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു ആണെന്ന് പറയുകയും സുമ്മ ഇസ്തക്കാമോ, അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത അവരുടെ അവസ്ഥ എന്താണ്? തത്തനസ്സലു അലൈഹിമുൽ മലായികത്തു, അവരെ മരിപ്പിക്കാൻ വേണ്ടി മലക്കുകൾ. ജബ്ബാർ ശരിക്കും മനസ്സിലാക്കിയോ? ഇതൊന്നും ജബ്ബാറിന് പറഞ്ഞു തരാൻ ഒരുത്തനും ദുനിയാവിലില്ല. ദുനിയാവിൽ ഇങ്ങനെ കൃത്യമായിട്ട് ജനിക്കുന്നത് എങ്ങനെയാണ്, മരിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാൻ ഒരുത്തനും കഴിയില്ല ഖുർആനല്ലാതെ. മലക്കുകൾ ഇറങ്ങിയിട്ട് ആ ആത്മാവിനോട്, ഇപ്പം പറഞ്ഞില്ലേ സുമ്മ അൻസൈനാവ് ഖൽക്കൻ ആഖറ എന്ന് പറഞ്ഞ ആ ആത്മാവ് ഈ എല്ലിനെ മാംസം കൊണ്ട് മൂടിയ അതിലേക്ക് ആ ആത്മാവ് വന്നപ്പോൾ ആ ആത്മാവിനെ പിടിക്കാൻ ഇപ്പം അവസാനം ഇവനെത്ര വയസ്സുണ്ട്? അത് ഗർഭാശയത്തിലെ സംഭവമാണ്. ഇവൻ 10, 60, 80, 100 വയസ്സാകുമ്പോൾ അല്ല, അതിൻ്റെ ഇപ്പുറം മലക്കുകൾ വരുമ്പം മലക്കുകൾ പറയാണ്, അല്ലാത്ത ഹാഫു വലാത്ത ഹസനു. ആത്മാവ്, ഏതാത്മാവിനോട്? അവൻ്റെ ശരീരത്തിനോടല്ല പറയുന്നത്. ഈ ഗർഭാശയത്തിൽ വന്ന് ഈ കുഞ്ഞിന് കൊടുത്ത ഒരാത്മാവുണ്ടല്ലോ, സുമ്മ അൻസൈനാവ് ഹൽക്കൻ ആഹറ എന്ന് പറഞ്ഞ ആ ആത്മാവിനോട് മലക്ക് പറയുക, ഒന്നും ഭയപ്പെടണ്ട, അല്ലാത്ത ഹാഫു, ഒന്നും ഭയപ്പെടണ്ട, വലാത്ത ഹസന, വ്യസനിക്കുകയും വേണ്ട, വ അബ്ശിറു, സന്തോഷിച്ചു കൊള്ളുക, ബിൽ ജന്നത്തിലെത്തി കുന്തും ദോഹതു, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ സ്വർഗം ഉണ്ടല്ലോ, അത് നിങ്ങൾക്കുണ്ട്. അത് ആ സന്തോഷത്തോടു കൂടി ഇറങ്ങി വാ, ശരീരത്തിൽ നിന്ന് ഇറങ്ങി വാ ആത്മാവെ. അങ്ങനെ ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോവുകയാണ് ആര്? മലക്കുകൾ. ജബ്ബാറെ പഠിച്ചോ? എന്നിട്ട് നഅനു, ആ പിടിച്ചു കൊണ്ടുപോകുന്ന അവർ പറയാൻ, നഅനു ഔലിയാവുക്കും ഫിൽ ഹയാത്തി ദുനിയ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ദുനിയാവിലുണ്ടായിരുന്നു. മലക്കുകൾ ഈ ആത്മാവിനോട് പറയാണ് എപ്പോഴും അവസാന റൂഹിനെ പിടിക്കുമ്പോൾ, വഫിൽ ആഖിറത്ത്, ഞങ്ങൾ നാളെ നിങ്ങളെ കൂടെ പരലോകത്തുണ്ടാവും നിങ്ങളെ സഹായിക്കാൻ. ഇവിടെ നിങ്ങളുടെ കൂടെ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ ഉണ്ടായിരുന്നു എന്നപ്പോൾ പറയുന്നത്. റൂഹിനെ പിടിക്കുമ്പോൾ ആ റൂഹിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി ഞങ്ങൾ പരലോകത്തുണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടുകൂടി വ്യസനമൊന്നും ദുഃഖമൊന്നും ഇല്ലാതെ സ്വർഗത്തിലേക്ക് ബാ എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്യാണ് മലക്കുകൾ. അങ്ങനെയാണ് റൂഹിനെ പിടിക്കുന്നത്. വലക്കും ഫീഹ മാ തസ്തഹി അൻഫുസുക്കും, നിങ്ങൾ എന്താശിക്കുന്നോ അതവിടെ സ്വർഗത്തിൽ കിട്ടും. അൻഫുസുക്കും വലക്കും ഫീഹ മാ തദ്ദഹു, നിങ്ങൾ എന്ത് ചോദിക്കുന്നോ അതവിടെ കിട്ടും. നഊദു, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യൻ എന്ത് വിചാരിക്കുന്ന ആ സ്വർഗത്തിലുണ്ടാവും. എന്ത് ആവശ്യപ്പെടുന്ന അതവിടെ കിട്ടും. നുസ്ലമിൻ ഗഫൂർ റഹീം, റഹ്മാൻ്റെ ഗഫൂർ റഹീമായ റബ്ബിൻ്റെ നുസുലൻ, സൽക്കാരമാണത്. അതവിടെ കിട്ടും. ആർക്ക് കിട്ടും ജബ്ബാറെ? ഈ ഖുർആൻ്റെ അകത്ത് ഇത് പറഞ്ഞത് വിശ്വസിക്കുന്നവർക്ക്. പിന്നെയോ ഇനി ജബ്ബാറിൻ്റെ റൂഹിനെ പിടിക്കുന്നേ, അത് കുടിക്കണ്ടേ? ജബ്ബാറിനെ പോലുള്ളവരുടെ റൂഹിനെ പിടിക്കുന്നത് എങ്ങനെയാണ്? വലൗത്തറ, നീ മുഹമ്മദ് നബിയെ നീയങ്ങാ കണ്ടിരുന്നുവെങ്കിൽ. എന്ത് കണ്ടിരുന്നുവെങ്കിൽ? ഇത് യതവഫല്ലദീന കഫറു, കാഫിരിങ്ങളെ റൂഹിനെ പിടിക്കുന്നത് നീയങ്ങാ കണ്ടിരുന്നുവെങ്കിൽ. കഫറുൽ മലായിക്കത്ത്, മലക്കുകൾ റൂഹിനെ പിടിക്കുന്നത് നീയങ്ങാ കണ്ടിരുന്നു. എങ്ങനെയാണ് പിടിക്കുക? ജബ്ബാറിൻ്റെ റൂഹിനെ എങ്ങനെയാണ് പിടിക്കുക? മുസ്ലിങ്ങളെ റൂഹിനെ, മോമിനിങ്ങളുടെ റൂഹിനെ പിടിച്ചെങ്ങനെയാണ്?
വരുമോ സന്തോഷത്തോടു കൂടി, ഒരു ദുഃഖവും വ്യസനവും ഒന്നും വേണ്ട, നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും എന്ത് വിചാരിച്ചാലും കിട്ടുന്ന സ്വർഗത്തിലേക്ക് വന്നോ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ റൂഹിനെ പിടിക്കുമ്പോൾ ജബ്ബാറിനെ പോലുള്ള കാഫിരിങ്ങളെ റൂഹിനെ പിടിക്കുന്നത് നീ എങ്ങാൻ കണ്ടിരുന്നുവെങ്കിൽ വലൗ തറാ ഇത് യത്തവഫല്ലദീന കഫറൂൽ മലായിക്കത്ത് മലക്കുകൾ ജബ്ബാറിനെ പോലുള്ളവരുടെ റൂഹിനെ പിടിക്കുന്നത് നീ കണ്ടിരുന്നുവെങ്കിൽ മുഹമ്മദ് നബിയെ. എങ്ങനെയാണ് പിടിക്കുന്നത്? യലിരിബൂന വുജൂഹവും, മലക്കുകൾ വന്നിട്ട് മുസ്ലിമിനെ പിടിക്കുന്നത് എങ്ങനെയാണ്? യാ അയ്യത്തു അൽ നഫ്സുൽ മുത്മഇന്ന ഇർജിഉ ഇലാ റബ്ബിക റാളിയത്തൻ മർളിയ എന്ന് പറഞ്ഞുകൊണ്ട് ഫദുഖുലി ഫി ഇബാദി, എൻ്റെ അടിമകളുടെ കൂടെ പ്രവേശിച്ചോളിയും, വദുഖുലുൽ ജന്നത്തി, എൻ്റെ സ്വർഗത്തിലേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ ആത്മാവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് പോകുമ്പോൾ, മലക്കുകൾ കൊണ്ടുപോകുമ്പോൾ ഇവൻ്റെ ജബ്ബാറിനെ പോലുള്ളവരെ റൂഹിനെങ്ങനെയാണ് പിടിക്കുന്നത്? യലരിബൂന വുജൂഹഹും, കണ്ണടക്കി കൊടുക്കും. ജബ്ബാറിനെ പോലുള്ളവരെ റൂഹിനെങ്ങനെയാണ് പിടിക്കുക? മലക്കുകൾ വന്നിട്ട് കൊടുക്കും, കണ്ണടക്കി വുജൂഹവും, അവരുടെ മുഖത്ത് കൊടുക്കും. അദ്ബാറഹും അദ്ബാറഹും, അപ്പോൾ കണ്ണടക്കി കിട്ടും. പോലീസുകാർ അടി പോലെ കണ്ണടക്കി കൊടുക്കും, ബേക്കെന്നും കിട്ടും അടി. ചുമരിൻ്റെ അടുത്ത് നിന്ന് അടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? കണ്ണടക്കി കൊടുത്താൽ കണ്ണിനും കിട്ടും, ചുമരുകൊണ്ട് ബേക്കിലും കിട്ടും, പെരടിക്കും കിട്ടും. അതുപോലെ അദ്ബാറഹും അങ്ങനെ തടി കൊടുത്തിട്ട് ഇറങ്ങടാ പുറത്ത്. ആരോട്? ജബ്ബാറിനെ പോലുള്ളവരുടെ റൂഹിനോട് പറയും ഇറങ്ങടാ പുറത്ത്. മുസ്ലിമിൻ്റെ റൂഹിനോട് എന്താ പറയുന്നത്? അസ്സലാമു അലൈക്കും, സ്വാഗതം ചെയ്തുകൊണ്ട് രാജാക്കന്മാരെ കൊണ്ടുപോകുന്നത് പോലെ, ലോകത്തുന്നതരെ കൊണ്ടുപോകുന്നത് പോലെ മുസ്ലിങ്ങളുടെ റൂഹിനെ കൊണ്ടുപോകുമ്പോൾ ജബ്ബാറിനെ പോലത്തവരുടെ റൂഹിനെ കൊണ്ടുപോകുന്നത് കണ്ണടക്കി കൊടുത്തിട്ട് ബേക്കിലും അദ്ബാറവും പേരടിക്കും കൊടുത്തിട്ട് ഇറങ്ങടാ പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ടിട്ട് വധൂക്കു ഹദാബൽ ഹരീഖ്, ആ കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് വാ. മറ്റവനോട് എന്താ പറഞ്ഞത്? എന്ത് വിചാരിച്ചാലും കിട്ടുന്ന, എന്ത് ചോദിച്ചാലും അവിടെ കിട്ടുന്ന ആ സ്വർഗത്തിലേക്ക് വാ എന്ന് പറഞ്ഞ് മറ്റവനെ വിശ്വാസികളെ റൂഹിനെ പിടിക്കുമ്പം ജബ്ബാറിനെ പോലത്തെ കാഫിരിങ്ങളുടെ അവരുടെ റൂഹിനെ പിടിക്കുന്നത് എന്താണ്? ആ കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് വാടാന്നും പറഞ്ഞ് കണ്ണടക്കി കൊടുത്തുകൊണ്ടാണ് പിടിച്ചു കൊണ്ടുവന്നത്. ഇതൊക്കെ ഖുർആൻ്റെ അതുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കുഞ്ഞ് ജനിക്കുന്നത് എങ്ങനെയാണ്, അവൻ മരിക്കുന്നത് എങ്ങനെയാണ് കൃത്യമായിട്ട് വിവരിച്ച് തന്നിട്ടുണ്ട് ജബ്ബാർ 1400 വർഷങ്ങൾക്കപ്പുറം. അതുകൊണ്ട് ഇത് ഏത് വിശ്വസിക്കണം? ജബ്ബാർക്ക് തീരുമാനിക്കാം. കണ്ണടക്കി പെരടിക്കടക്കം അടികിട്ടിക്കൊണ്ട് റൂഹ് പിരിഞ്ഞു പോകണോ ജബ്ബാറെ? അതല്ല സ്വർഗത്തിലേക്ക് എന്ത് ചോദിച്ചാലും എന്താവശ്യപ്പെട്ടാലും എന്ത് വിചാരിച്ചാലും കിട്ടുന്ന ആ സ്വർഗത്തിലേക്ക് പോകണോ ജബ്ബാറിന് തീരുമാനിക്കുക. അസ്സലാമു അലൈക്കും.